ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീട്രൂട്ട് ഫേസ് പാക്കാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു ഐറ്റമാണ് ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ടിൽ ധാരാളമായ ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻ സിയും ഉള്ളതായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരാനും ഷൈനിങ് തരാനൊക്കെ നമ്മുടെ സ്കിൻ ഷൈൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് കൂടിയാണ് ബീട്രൂട്ട് നമുക്കറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതിലടങ്ങിയേക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻ സി ഒക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാനും ഗ്ലോ ചെയ്യാനൊക്കെ നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പൊടി, എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണ് അരിപ്പൊടി, അതുപോലെ തന്നെ ബീട്രൂട്ടും കാണും. അപ്പം നമുക്കിനി അടുത്തതായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള എടുത്തിട്ടുള്ളത്. നമുക്കിനി അതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ സ്ലൈസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊക്കെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ച് പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ബീട്രൂട്ടിൻ്റെ സൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറേജ് വെക്കാനാണെങ്കിൽ നമുക്ക് വലിയൊരു സൈസുള്ള ബീട്രൂട്ട് ആണെങ്കിലും എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ട് നമുക്കിനി ഇതിലോട്ട് റൈസ് പൗഡർ മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റൈസ് പൗഡർ അപ്ലൈ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലോട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാറ്റർ ഞാൻ ഇച്ചിരി ബീട്രൂട്ട് ജ്യൂസ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലോണം ഇപ്പോൾ ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ നമ്മുടെ സ്കിന്നൊന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വാഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വാഷ് ചെയ്യാത്ത. അപ്പോൾ നമുക്കിനി അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാം. ഇച്ചിരി ലൂസായിട്ടുണ്ട്, അതുകൊണ്ടപ്പം നമ്മുടെ ഡ്രസ്സിലൊക്കെ വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുറേശ്ശെ പാക്കൊന്ന് ടൈറ്റ് ആയപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇപ്പം ഞാൻ കൈ കൊണ്ട് തേക്കാന്ന് ഓർത്തിനി. അപ്പോൾ ഫേസ് ഫുള്ള് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി 20 മിനിറ്റ്സ് നമ്മുടെ പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടൊരു ഗ്ലോയൊക്കെ, ഒരു ചേഞ്ച്, നമുക്കൊരു പിങ്കിഷ് ഷെയ്ഡ് നമ്മുടെ സ്കിന്നിന്. ഇപ്പം ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ റിസൾട്ട് കാണിക്കുന്നപ്പോൾ എൻ്റെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് തന്നെ അപ്പോൾ ചെറിയൊരു പിങ്ക് ഗ്ലോയൊക്കെ നമ്മുടെ സ്കിന്നിനിപ്പോൾ സ്കിന്ന് വാഷ് ചെയ്ത് നല്ലൊരു ഗ്ലോയും ഒരു പിങ്കിഷ് ഗ്ലോയും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു പിങ്കിഷ് ഗ്ലോയും ഒരു സ്കിന്നിനുണ്ടായ ചേഞ്ചും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഐസ് ക്യൂബ് വെച്ച് ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് നല്ല രീതിയിൽ സ്കിന്നൊന്ന് മസാജ് ചെയ്ത് ഐസ് ക്യൂബ് കൊണ്ട് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിനൊരു ഫ്രഷ്നെസ്സും ഗ്ലോയും കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഫിക്സ് ചെയ്യാനായിട്ടൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കിന്നിന് നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും അപ്പോൾ നമുക്കൊരു പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു അടിപൊളി പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത ബ്യൂട്ടി ടിപ്സിനായി കാണുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.